യേശുദാസിനെ ആദ്യമായി നേരിട്ട് കണ്ടപ്പോഴുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് ജയറാം. പാലക്കാട് മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുദാസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ കമ്മിറ്റിക്കാർ തന്നെ സ്റ്റേജിൽ നിന്നും പിടിച്ചു മാറ്റാൻ നോക്കിയെന്ന് ജയറാം പറഞ്ഞു. എന്നാൽ യേശുദാസ് തന്നെ മാറ്റാൻ അനുവദിച്ചില്ലെങ്കിലും പരിപാടി കാണാമെന്ന് പറഞ്ഞെന്നും ജയറാം കൂട്ടിച്ചേർത്തു. തന്റെ മിമിക്രി കഴിഞ്ഞപ്പോൾ യേശുദാസിന്റെ കൂടെ പരിപാടിക്ക് വരാൻ പറഞ്ഞതായും ജയറാം ക്ലബ് FM-ന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ മുറിയിൽ ഒട്ടിച്ചു വെക്കുന്ന ഫോട്ടോയൊക്കെ ദാസേട്ടൻ്റെതാണ്. ദാസേട്ടനെ ജന്മത്തൊരു പ്രാവശ്യം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ യേശുദാസിന്റെ അത്രയ്ക്കും ഒരു ഭ്രാന്തനായിരുന്നു. പാലക്കാട് ചെമ്പൈ സംഗീതോത്സവത്തിന്റെ അവസാനത്തെ ദിവസം ദാസേട്ടനായിരുന്നു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം. അതെനിക്കറിയില്ലായിരുന്നു. അത് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി ഒരാൾ എന്നെ പാലക്കാടേക്ക് വിളിച്ചുകൊണ്ടുപോയി. പാലക്കാട് മിമിക്രിക്ക് കയറി. മിമിക്രി തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ വരുന്നു കാർ ഇറങ്ങി വെള്ളയും ഇട്ട് സാക്ഷാൽ യേശുദാസ്. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും കമ്മിറ്റിക്കാർ വന്ന് ഇറങ്ങ്, ആ മിമിക്രിക്കാരനെ പിടിച്ചു മാറ്റേ എന്ന് പറഞ്ഞു. ദാസേട്ടൻ അവിടുന്ന് കേട്ടുകൊണ്ട് വരികയായിരുന്നു. മാറ്റരുത്, അവർ ഫുൾ കാണിക്കട്ടെ, എനിക്കും കാണണം എന്ന് പറഞ്ഞു. സ്റ്റേജിന്റെ മുൻപിൽ ദാസേട്ടനും പ്രഭ ചേച്ചിയും ദാസന്റെ പോൾ എന്ന മാനേജറും ഉണ്ടായിരുന്നു. ദാസേട്ടനെ മുന്നിൽ കിട്ടുകയല്ലേ, ഞാൻ അങ്ങോട്ട് വെച്ചലക്കി. ദാസേട്ടൻ ഇരുന്ന് ചിരിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ടർക്കി മുഖത്ത് പിടിച്ച് ചിരിച്ചത്. അത് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഞാൻ കാൽ തൊട്ടു വന്ദിച്ചു. എന്താ മോന്റെ പേര് എന്ന് ദാസേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ജയറാം എന്നാണ്. എൻ്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം ദാസേട്ടാ, പോളെ ഇയാളുടെ അഡ്രസ്സ് വാങ്ങിക്കോളൂ, അടുത്ത ആഴ്ച ബോംബെയിൽ ഷൺമുഖ ഓഡിറ്റോറിയത്തിൽ പരിപാടിയില്ലേ, അവിടേക്ക് വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞുപോയി. അടുത്ത ആഴ്ച ഷൺമുഖ ഓഡിറ്റോറിയത്തിലേക്ക് വണ്ടി വിട്ടു. അതിൻ്റെ കാസറ്റ് ഞാൻ കുറേ വർഷം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദാസേട്ടൻ എന്നെക്കുറിച്ച് പറയുന്നത് പഴയ ഓഡിയോ കാസറ്റിൽ ഉണ്ടായിരുന്നു. ഇനി ഒരു 5 നിമിഷം വിശ്രമമാണ് എനിക്കും നിങ്ങൾക്കും. പക്ഷേ പോകണമെന്നില്ല കേട്ടോ. നിങ്ങളെ കുടുകൂടെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്നൊരാൾ വന്നിട്ടുണ്ട്. ജയറാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങളെ ചിരിപ്പിക്കും എന്നൊക്കെയാണ് ദാസേട്ടൻ പറഞ്ഞത്. ആ കാസറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എവിടെയോ അത് മിസ്സായിപ്പോയി.